ബോളിവുഡ് ആക്ട്രസും കമൽഹാസന്റെ എക്സ് വൈഫുമായ സാരിക താക്കൂറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ താൻ കടന്നുപോയ ഫൈനാൻഷ്യൽ സ്ട്രഗിളിനെ കുറിച്ച് ഒരിക്കൽ സാരിക തുറന്നു പറഞ്ഞു. കോവിഡ് ലോക്ക്ഡൌണിന്റെ സമയത്ത് അവർക്ക് പണത്തിന് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ട അക്കാലത്ത് തിയേറ്റർ ആക്ടിംഗിൽ നിന്ന് തനിക്ക് വെറും 2000 രൂപയായിരുന്നു കിട്ടിയിരുന്നതെന്ന് സാരിക തുറന്നു പറഞ്ഞു. ശരിയായ സമയത്ത് പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ സാരികയ്ക്ക് ഈ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകേണ്ടി വരില്ലായിരുന്നു. ഒരു സെലിബ്രിറ്റിക്ക് ഇത്ര മോശം അനുഭവം ഉണ്ടാകാമെങ്കിൽ നാളെ നിങ്ങൾക്കും ഇങ്ങനെ വന്നുകൂടുന്നില്ല. അത് ജോലി നഷ്ടപ്പെടുന്നതോ ഒരു മേജർ ആക്സിഡന്റോ അതുമല്ലെങ്കിൽ വലിയൊരു ഹോസ്പിറ്റൽ ബില്ലോ ആകാം. 2024 മാത്രം 1,49,000 ടെക്കികൾക്കാണ് ലേ ഓഫുകളിൽ ജോലി നഷ്ടമായത്. എന്തുകൊണ്ട് പണം ശരിയായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നതിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രധാനമായും 4 അസറ്റുകളാണ് നമുക്ക് മുന്നിലുള്ളത്. ഇതിൽ ആദ്യത്തേത് ഫിക്സ്ഡ് ഇൻകം അസറ്റ് ആണ്. ഇവിടെ നിങ്ങൾ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ഒരു ഫിക്സ്ഡ് ഇൻകം അസറ്റിൽ നിക്ഷേപിക്കുന്നു. ഈ തുകയിന്മേൽ 3 മാസം, 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുന്നു. ഫിക്സ്ഡ് ഇൻകം അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രധാനമായും 3 ഓപ്ഷനുകളാണുള്ളത്. ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ജോലിയിൽ നിന്ന് കിട്ടുന്ന സേവിങ്സ് നിങ്ങൾ ഇപ്പോഴും ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിലാണോ നിക്ഷേപിക്കുന്നത്? എന്നാൽ ഇതിൽ നിന്നും മാറി ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. കണക്കുകൾ പ്രകാരം ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളിൽ ആകെയുള്ള നിക്ഷേപത്തിൽ കുറവ് വന്നിരിക്കുന്നു. വീടുകളിലെ സേവിങ്സ് ക്യാപിറ്റൽ മാർക്കറ്റിലും മറ്റ് ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറികളിലുമാണ് ആളുകൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ മാറ്റത്തിന് പിന്നിലുള്ള പ്രധാന കാരണം എന്തെന്ന് നമുക്ക് അടുത്ത മോഡ്യൂൾസിൽ ഡിസ്കസ് ചെയ്യാം. കോർപ്പറേറ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. നോൺ ബാങ്കിംഗ് ഫൈനാൻഷ്യൽ കമ്പനികളും മറ്റു കമ്പനികളും ഓഫർ ചെയ്യുന്ന ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളാണ് കോർപ്പറേറ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകൾ. ശ്രീറാം ഫിനാൻസ് FD, ബജാജ് ഫിനാൻസ് FD എന്നിവയാണ് എക്സാമ്പിൾസ്. ബാങ്ക് FDയേക്കാൾ ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുമെങ്കിലും ഇവിടെ റിസ്ക് കൂടുതലാണ്. കാരണം കോർപ്പറേറ്റ് FDകൾക്ക് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ഇല്ല. ഗവൺമെന്റ് ബോണ്ട്സ്. ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റുകളാണ് ഗവൺമെന്റ് ബോണ്ടുകൾ. രണ്ടാമത്തെ അസറ്റ് ക്ലാസ് റിയൽ എസ്റ്റേറ്റ് ആണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഭൂമി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നു. ഇത് കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ആകാം. റിയൽ എസ്റ്റേറ്റിൽ നിന്നും വരുമാനം കിട്ടാൻ 2 വഴികളുണ്ട്. ആദ്യത്തേത് വാടക വരുമാനവും രണ്ടാമത്തേത് ക്യാപിറ്റൽ അപ്രിസിയേഷനും. ക്യാപിറ്റൽ അപ്രിസിയേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വാങ്ങുന്ന അസറ്റിന്റെ വില കൂടുന്നതാണ്. ഉദാഹരണത്തിന് 50 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഭൂമി നിങ്ങൾ 75 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നു. പക്ഷേ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം ലിക്വിഡിറ്റി ആണ്. അതായത് നിങ്ങൾക്ക് പണം ആവശ്യമുള്ള സമയത്ത് ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് ഭൂമി വിൽക്കാൻ കഴിയണമെന്നില്ല. ഡിസംബർ 2019 മുതൽ മാർച്ച് 2024 വരെ ഇന്ത്യയിലെ 7 പ്രധാന സിറ്റികളിലെ വിറ്റുപോകാത്ത വീടുകളിൽ 24% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഗോൾഡ്. മൂന്നാമത്തെ അസറ്റ് ക്ലാസ് ഗോൾഡ് ആണ്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ 2 ഓപ്ഷൻസ് ആണുള്ളത്. ആദ്യത്തേത് ഫിസിക്കൽ ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് ബാറുകൾ വാങ്ങുകയാണ്. രണ്ടാമത്തേത് ഗോൾഡ് ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ വാങ്ങുകയോ ആണ്. ഇക്വിറ്റി. നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ അസറ്റ് ക്ലാസ് ആണ് ഇക്വിറ്റി. ഇവിടെ നിങ്ങൾക്ക് കമ്പനികളുടെ ഷെയറുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന് ഗ്യാരണ്ടി ഇല്ലെങ്കിലും ഒരു ടൈം പീരീഡിൽ ഷെയർ പ്രൈസ് മുകളിലേക്ക് ഉയരുമ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടും. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത ഏത് കമ്പനിയുടെ ഷെയറും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇന്ത്യയിൽ 2 പ്രധാന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓഗസ്റ്റ് 2024 നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുറത്തുവിട്ട കണക്കനുസരിച്ച് 5 മാസത്തിനുള്ളിൽ പുതുതായി 1 കോടി ആളുകളാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ രജിസ്റ്റർ ചെയ്തത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ പുതിയ ഇൻവെസ്റ്റേഴ്സ് കൂടുതലും 20-നും 30-നും ഇടയിൽ പ്രായമുള്ളവരാണ് എന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇനി മറ്റെന്തെങ്കിലും കാരണം വേണോ?